ചെലവ് ചുരുക്കി വീട് പണിയുമ്പോൾ 4 കാര്യങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ വേണ്ടത്. വ്യക്തമായ പ്ലാനിംഗ്, കൃത്യമായ ബഡ്ജറ്റിംഗ്, മെറ്റീരിയൽ സെലക്ഷൻ, അതുപോലെ എക്സിക്യൂഷൻ. ഈ 4 കാര്യങ്ങളിലും വ്യക്തതയും കൃത്യതയും ഉണ്ടായാൽ എത്ര കുറഞ്ഞ ചെലവിലും ഏത് സാധാരണക്കാരനും സ്വന്തമായി ഒരു വീട് പണിയാവുന്നതേ ഉള്ളൂ. വീടിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ 7 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വന്ന 1200 സ്ക്വയർ ഫീറ്റ് വീട്. ജാലകത്തിൽ വീടിന്റെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ. കരിപ്പൂർ വിമാനത്താവളത്തിനടുത്തുള്ള കൊടികുത്തിപ്പറമ്പിലെ വില്ലൂക്കാരൻ വീട്. ജംഷീനയുടെയും സേതലവിയുടെയും ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസൈനറായ KV മുരളീധരനാണ്. ഈ വീട്ടിലേക്കാണ് ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുന്നത്. ട്രഡീഷണൽ ശൈലിയിലുള്ള ഒരു എലിവേഷനാണ് ഈ വീടിൻ്റേത്. തെങ്ങും തടി ഉപയോഗിച്ച് ട്രെസ് വർക്ക് ചെയ്ത ശേഷം അതിനു പുറത്ത് ഓട് പാകിയിരിക്കുകയാണ്. നടുഭാഗത്ത് ഉയരം കൂടിയ ഒരു തണ്ട്, അതിൽ നിന്ന് തളർത്ത് വന്ന 4 ഇലകൾ പോലെ ഉയരം കുറഞ്ഞ 4 സ്ലോപ്പ് റൂഫുകൾ. അങ്ങനെ മൊത്തത്തിൽ 5 സ്ലോപ്പ് റൂഫുകളാണ് ഈ വീടിനുള്ളത്. ഒറ്റ നോട്ടത്തിൽ 2 നില വീടാണെന്ന് തോന്നും, പക്ഷെ ഒറ്റ നില വീടാണ്. ഗ്രേയുടെ ഒരു കമനീയമായ ഷെയ്ഡാണ് ഭിത്തികളിലും ഓടുകളിലും നിറയുന്നത്. സെന്റുള്ള ഒരു പ്ലോട്ടിലാണ് 1200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് നിൽക്കുന്നത്. നല്ല ഉറച്ച മണ്ണുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വെറും 2 അടി താഴ്ചയിൽ മാത്രമാണ് വാനം കുഴിച്ചത്. അതുപോലെ ചെങ്കല്ല് അഥവാ വെട്ടുകല്ല് സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഫൗണ്ടേഷൻ കെട്ടിയത്. വളരെ ഇൻഎക്സ്പെൻസീവായി തന്നെ ഫൗണ്ടേഷൻ കെട്ടിയെടുക്കാൻ സാധിച്ചു. ഇന്റർലോക്ക് കട്ടകൾ ഉപയോഗിച്ചാണ് വീട് പണിതിരിക്കുന്നത്. പ്രകൃതിയെ അധികം നോവിക്കാതെ മണ്ണ് കംപ്രസ് ചെയ്താണ് ഇന്റർലോക്ക് കട്ടകൾ നിർമ്മിക്കുന്നത്. ഇതുപയോഗിച്ചുള്ള കൺസ്ട്രക്ഷന് ചാന്ത് ആവശ്യമില്ല. കട്ടകൾ വെറുതെ അടുക്കിയാണ്. അപ്പോൾ മോട്ടർ ആവശ്യമില്ലാതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകുന്നത്. വേഗത്തിൽ കൺസ്ട്രക്ഷൻ തീരുകയും ചെയ്യും. അതുപോലെ മണൽ, സിമൻറ്റ് തുടങ്ങിയ മെറ്റീരിയൽസിൻ്റെ ആവശ്യം ഗണ്യമായി കുറയുകയും ചെയ്യും. ഭാവിയിൽ കെട്ടിടം പൊളിച്ചു മാറ്റുകയാണെങ്കിൽ തന്നെ കട്ടകളെ അതേ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് അത് റീയൂസ് ചെയ്യാനും സാധിക്കും. 28 സെൻറ്റിമീറ്റർ നീളം, 15 സെൻറ്റിമീറ്റർ വീതി, 13.5 സെൻറ്റിമീറ്റർ ഘനം എന്നിങ്ങനെയാണ് ഒരു കട്ടയുടെ മെഷർ. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കോർട്ട്യാർഡ് പോലെ സെൻട്രൽ പോർഷൻ പൊക്കി 4 സൈഡും ലീഫ് പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്. ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ വരുന്ന ഈ വീടിന് ഈ ക്രോസ് വെന്റിലേഷനും എയർ സർക്കുലേഷനും വളരെയധികം ശ്രദ്ധിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടാണിത്. അതുകൊണ്ട് ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റേതായ ആ തണുപ്പും വെന്റിലേഷനും ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പടി കയറി വരുമ്പോൾ തന്നെ L ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചാരുപടിയാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് കൂടുതൽ കമനീയത നൽകുന്നത്. ഫെറോ സിമെൻറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തൂണുകളും മാർബിൾ ഫിനിഷിൽ അതിൻ്റെ അറ്റത്തെ ബോർഡർ വർക്ക് പോലൊരു ഗോൾഡൻ ഫിനിഷൊക്കെ കൊടുത്തിട്ടാണ് തൂണുകളും ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ചാരുപടിയുടെ താഴ്ഭാഗത്തായിട്ട് കാണുന്ന പോർഷനും ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്കും അതുപോലെ സ്പെഷ്യൽ ഇഫക്ട്സ് പെയിൻറ്റിൻ്റെ പാച്ചസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പൂമുഖവാതിൽ പണിയാൻ ഉപയോഗിച്ചത് ഇവിടുത്തെ പറമ്പിലെ തന്നെ ഒരു പ്ലാവ് വെട്ടിയ ഒരു തടി കൊണ്ടാണ്. ജനാലകളും അതേ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ പ്ലാവിൻ്റെ ഒരു നാച്ചുറൽ ഫിനിഷ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അത് പണി കഴിച്ചിരിക്കുന്നത്.
പാളികളായി സോളിഡ് വുഡിലാണ് പൂമുഖവാതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അത് തുറന്ന് നേരെ കയറി വരുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മാത്രം ഡോറിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇട്ടിരിക്കുന്നു. ഒരു ചെറിയ ചൂരലിൻ്റെ ഒരു ടീപ്പോയും കൊടുത്തിരിക്കുന്നു. ജനാലകൾക്ക് കേർട്ടൻസിന് പകരം ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് സ്പേസസിൽ നിന്ന് സെപ്പറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്ത് ഇവിടെ ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഡോറ് സഹിതമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യത്തിന് ഓഫീസ് മീറ്റിങ്ങുകൾ എന്തെങ്കിലും ഗൃഹനാഥന് നടത്താനുണ്ടെങ്കിൽ അതും ഇവിടെ വെച്ച് സാധിക്കാമെന്നുള്ള രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഡാർക്ക് ഫിലിം ഒട്ടിച്ച ഗ്ലാസും അതുപോലെ അലൂമിനിയം ഫാബ്രിക്കേഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മറ്റ് സ്പേസസ് കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് ആ ഒരു സെപ്പറേഷൻ കടന്ന് നമ്മൾ എത്തുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ വീട്ടിലെ ഏറ്റവും വോള്യൂം ഫീൽ ചെയ്യുന്ന ഒരു സ്പേസ് തന്നെയാണിത്. നമ്മൾ എലിവേഷൻ്റെ ഭാഗമായി കണ്ട ആ നടുഭാഗത്തുള്ള വളരെ ഉയരം കൂടിയ പോർഷൻ ശരിക്കും ഇത് തന്നെയാണ്. ഡബിൾ ഹൈറ്റിലാണ് ഇവിടുത്തെ ഒരു റൂഫ് വന്നിട്ടുള്ളത്. അഗൈൻ വുഡ് യൂസ് ചെയ്തിട്ട് ട്രെസ് വർക്ക് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ്. ഗ്ലാസും വുഡും യൂസ് ചെയ്തിട്ടുള്ള ടേബിളാണ്. കുറച്ച് ചെയർസ് യൂസ് ചെയ്തിരിക്കുന്നത് ഫൈബർ കൊണ്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയർസാണ്. അതുപോലെ ഫ്ലോറിൽ വന്നിട്ട് സിമെൻറ്റ് തറയാണ്. അതിന് പുറത്ത് വിനൈൽ ഷീറ്റ് ഇട്ട് മൂടി പിടിപ്പിച്ചിരിക്കുന്നത്. ഹൈറ്റുള്ള ഒരു റൂഫായിരുന്നു ഈ ഒരു സ്പേസിന് കൊടുത്തിരുന്നതെങ്കിൽ എത്ര സ്പേസ് തോന്നുമോ അതിലും ഓൾമോസ്റ്റ് ഡബിൾ വോള്യൂമാണ് സത്യത്തിൽ ഈ ഒരു ഹൈറ്റ് വന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലായി തന്നെ ഒരു വാഷ് കൗണ്ടറിനുള്ള ഒരു സ്പേസും കണ്ടെത്തിയിരിക്കുന്ന ഒരു കോമൺ ബാത്റൂമും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിന് ചുറ്റും തന്നെയാണ് സത്യത്തിൽ വീട്ടിലെ മറ്റെല്ലാ സ്പേസസും 3 ബെഡ്റൂംസ് ആയാലും അടുക്കളയാണെങ്കിലും ഒക്കെ വന്നിട്ടുള്ളത്. ഡൈനിങ് റൂമിൻ്റെ തന്നെ ഒരു സൈഡിലായിട്ട് ഒരു കോർണറിലായിട്ട് ഒരു കട്ടൗട്ട് സ്പേസിലാണ് ടി വിക്കുള്ള സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ ഈ നിൽക്കുന്ന പോർഷനിൽ ഒരു ഫ്യൂച്ചറിലൊരു കോണിപ്പടി പിടിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ കയറി കിടക്കാൻ പാകത്തിനൊരു ബർത്ത് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിലും കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഒരുപാട് പേർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അത്തരത്തിലൊരു സ്ട്രക്ചറും ചെയ്തെടുത്തിരിക്കുന്നു. സാധാരണ രീതിയിൽ 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന് വരുന്ന 20% എക്സ്പെൻസ് മാത്രമാണ് ഇതിന് മണലും സിമെൻറ്റും വന്നിട്ടുള്ളത്, കമ്പിയും. ഒരു ഒറ്റ ബെൽറ്റോട് കൂടി കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് മണലും സിമെൻറ്റും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ബ്രിക്ക് പണിതിരിക്കുന്നത്. ഇൻ്റർലോക്ക് ബ്രിക്സിന് നമുക്ക് മണലും സിമെൻറ്റും ചാന്തും ഉപയോഗിക്കാതെ തന്നെയാണ് ഇൻ്റർലോക്ക് ബ്രിക്സിൻ്റെ പടവ് നടത്തിയിരിക്കുന്നത്. സിൻടെക്സ് ഡോറിന് വുഡൻ ഫ്രെയിം കൊടുത്താണ് ബെഡ്റൂംസിൻ്റെ ഒക്കെ ഡോറ് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തടിയുടെ ഫിനിഷ് തന്നെയുള്ള ലാമിനേറ്റ് ഷീറ്റ് വെച്ച് സിൻടെക്സ് പാർട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ബെഡ്റൂംസിൽ മാത്രമാണ് ഈ വീട്ടിൽ ഫാൻ കൊടുത്തിട്ടുള്ളത്. കാര്യം വുഡൻ ട്രെസ് വർക്ക് ചെയ്ത ഓട് ഇട്ട റൂഫാണെന്ന് പറഞ്ഞല്ലോ. കോൺക്രീറ്റിനെ അപേക്ഷിച്ച് തെങ്ങിൻ്റെ തടി കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ട്രെസ് വർക്ക് ആയതുകൊണ്ട് ഏകദേശം 40% വരെ കോസ്റ്റ് ലാഭിക്കാൻ ഇവർക്ക് സാധിച്ചു. നല്ല ആറുള്ള തടി, നല്ല മൂപ്പുള്ള തെങ്ങിൻ്റെ നല്ല ആറുള്ള തടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയെക്കുറിച്ച് യാതൊരു സംശയങ്ങളും തന്നെ വേണ്ട. അതേസമയം മറ്റേതെങ്കിലും തടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 25% വരെ കോൺക്രീറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ചിലവ് ചുരുക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടൊരു ബെഡ്റൂമാണ്. കട്ടിലും ഒരു അത്യാവശ്യത്തിനൊരു അലമാരിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ മാത്രമാണ് അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് ഉള്ളത്. മറ്റ് 2 ബെഡ്റൂംസിനും കൂടി കോമൺ ആയിട്ട് നമ്മൾ ഹാളിൽ കണ്ട ആ ഒരു ബാത്റൂം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ 2 ബാത്റൂംസാണ് ഈ വീട്ടിലുള്ളത്. ചുടുകട്ടയ്ക്ക് പകരം ഇന്റർലോക്ക് കട്ടകൾ ഉപയോഗിച്ചതും അതുപോലെ കോൺക്രീറ്റ് റൂഫിങ്ങിന് പകരം വുഡൻ ട്രെസ് വർക്കുള്ള റൂഫിംഗ് ചെയ്തതുമാണ് ഈ വീടിൻ്റെ കോസ്റ്റ് പ്രധാനമായും കുറച്ചത്. 3 വർഷം മുൻപ് 1200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ചിലവായത് വെറും 5 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് 417 രൂപ. ഒരു ചുടുകട്ടയ്ക്ക് ഇന്ന് 6.5 രൂപയാണ് വിലയെങ്കിൽ ഒരു ഇന്റർലോക്ക് കട്ടയ്ക്ക് 15 രൂപയാണ് വില. പക്ഷേ ഒരു ഇന്റർലോക്ക് കട്ട മതിയാവും 4 ചുടുകട്ടയുടെ സ്ഥാനത്ത്.
സൗകര്യങ്ങളുമുള്ള ഒരു വലിയ അടുക്കള തന്നെയാണ് ഈ വീട്ടിലത്തേത്. പിങ്ക് ഷെയ്ഡിലാണ് ഇവിടുത്തെ 2 വാളുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കളർഫുള്ളായി തന്നെ ഇരിക്കുന്നു. ഫ്ലോറിങ്ങിലാണെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള സെറാമിക് ടൈൽസ്, അതുപോലെ കൗണ്ടറിലാണെങ്കിൽ ഗ്രാനൈറ്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ടൈൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. എൽ ഷേപ്പിലുള്ള ഒരു കൗണ്ടറാണ്. ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും അതുപോലെ വിറകടുപ്പാണെങ്കിലും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് ഹൈലം ഷീറ്റ് വെച്ചിട്ടാണ്. അതിന് പുറത്ത് ഐവറി കളറിലുള്ള ഒരു ലാമിനേറ്റ് വെച്ചിട്ടാണ് അത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ അടുപ്പിനടുത്തുള്ള സ്റ്റോറേജ് ക്ലോസ്ഡ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. വളരെ വീതി കുറഞ്ഞ ഗ്ലാസ് ഷീറ്റ്സ് തട്ടായി മുകളിൽ വരെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്പൈസസും കാര്യങ്ങളും ഒക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഭംഗിയായി അടുക്കി വയ്ക്കാവുന്ന രീതിയിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. വില്ലൂക്കാരൻ വീട്ടിലെ സെയ്തലവിയും ജംഷീനയും മിസ്നമോളും ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. വീട്ടിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഇന്റർലോക്കിംഗ് കട്ടകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീടാകാമെന്ന് തീരുമാനിച്ചത്? തീരുമാനിച്ചതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് തണുപ്പിൻ്റെ ഒരിത്, പിന്നെ ചിലവ് ചുരുങ്ങിയ പരിപാടി, പിന്നെ ഒരുപാട് സമയം പിടിക്കുന്നിടത്ത് ലാഭം, അങ്ങനെയൊക്കെയുള്ളൊരു മെച്ചങ്ങളുണ്ട്. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് KV മുരളീധരനോട് പറഞ്ഞത്? 3 ബെഡ്റൂം വേണമെന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് റൂഫ് കുറച്ച് ഹൈറ്റ് വേണമെന്ന് പറഞ്ഞു, ഡൈനിങ് ഹാള്, കാറ്റ് വെളിച്ചൊക്കെ കിടക്കുന്ന രീതിയിൽ ആവണം എന്നുള്ള സംവിധാനമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണ് വീട് നൽകുന്ന ഒരു ഫീൽ? എന്താണ് നേരത്തെ താമസിച്ചിരുന്ന വീടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഞാൻ തറവാട്ട് വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ രാത്രി കറണ്ടൊക്കെ പോയാലും ഭയങ്കര ചൂടാണ്. അടിയിലായാലും മുകളിലായാലും ഈ ചെറിയ കുട്ടിനെ കയറ്റി നിൽക്കുമ്പം വിങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒന്നുണ്ട് അഭിപ്രായമൊക്കെ സാറ് പറഞ്ഞപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് തോന്നിയപ്പോൾ എടുത്തു. ഇപ്പോൾ നല്ല സുഖമാണ് നിൽക്കാൻ. ചൂടത്തൊക്കെ നല്ല കറണ്ടില്ലെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെയൊക്കെയുള്ളോരോ മെച്ചങ്ങളുണ്ട്. ശ്രീ KV മുരളീധരൻ തന്നെ ഡിസൈൻ ചെയ്ത 3 ലക്ഷം രൂപ ചെലവിൽ ഇന്റർലോക്ക് കട്ടകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീട് ഏതാനും എപ്പിസോഡുകൾ മുൻപ് പ്രേക്ഷകർ വീടിലൂടെ കണ്ടിരുന്നു. സാധാരണക്കാരന് സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം കാണാൻ ധൈര്യം കൊടുക്കുന്ന അത്തരത്തിലൊരു പ്രോജക്റ്റ് തന്നെയാണ് ഇത്. 1200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് 3 വർഷം മുൻപ് പണിയാൻ ചെലവായത് 5 ലക്ഷം രൂപയാണ്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സിന് ഏറ്റവും അധികം സഹായകമായത് തെങ്ങിൻ തടി ഉപയോഗിച്ചുള്ള ട്രെസ് വർക്കും അതുപോലെ ഇന്റർലോക്ക് കട്ടകളുമാണ്. ഇതേ രീതിയിൽ ഇന്ന് ഒരു വീട് പണിയണമെങ്കിൽ ചെലവാകുക 7 ലക്ഷം രൂപയാണ്. ട്രെസ് വർക്കിന് പകരം കോൺക്രീറ്റ് റൂഫിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ചെലവാകുക 10 ലക്ഷം രൂപ.